എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. എൻ്റെ മക്കൾക്ക് അപ്പനില്ലാതായില്ല. ഞങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരണം. റെജി ഒത്തിരി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. വർഷങ്ങളായുള്ള അന്യനാട്ടിലെ അധ്വാനത്തിന്റെ ഫലം ഒരു അത്യാവശ്യത്തിന് തിരികെ കിട്ടാതെ വന്നപ്പോഴാണ് മുളങ്ങാശ്ശേരിയിൽ സാബു തോമസ് എന്ന 56-കാരൻ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത്. നിക്ഷേപത്തുക തിരികെ ചോദിച്ചപ്പോഴൊക്കെ ഇടതുഭരണ സമിതിക്ക് കീഴിലുള്ള സൊസൈറ്റിയിൽ നിന്ന് അവഹേളനവും ഭീഷണിയും നേരിടേണ്ടി വന്നു എന്നാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞത്. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ കോടികളുടെ തട്ടിപ്പിലും തിരിമറിയിലും ജീവൻ നഷ്ടപ്പെട്ട് അനാഥരാക്കപ്പെട്ട കുടുംബങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട്. അത് CPM ഭരിക്കുന്ന കരുവന്നൂരായാലും കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളിയാണെങ്കിലും. നിക്ഷേപകൻ പണം ചോദിച്ചു വരുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുക എന്നത് CPM എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രമല്ല, ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച്, ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ഈ കട്ടപ്പനയിലെ ബാങ്ക്. അങ്ങനെ പിടിച്ചെടുത്ത പല ബാങ്കുകളും തകർച്ചയെ നേരിടുകയാണ്. ഒറ്റക്കയറിൽ ജീവനൊടുക്കാൻ സാബു തീരുമാനിച്ചതിന് പിന്നിൽ ചില നേതാക്കളുടെ ഭീഷണി കൂടിയുണ്ട്. സാധാരണക്കാരെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഈ ക്രൂരതയ്ക്ക് നമ്മൾ പരിഹാരം കാണണ്ടേ? എൻകൗണ്ടർ പ്രൈം ഈ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. മരിച്ച സാബുവിൻ്റെ ഭാര്യ ശ്രീമതി മേരിക്കുട്ടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അവർ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായി അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രീമതി മേരിക്കുട്ടിയിൽ നിന്ന് എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാനുള്ളത്. കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ അനിൽ അക്കരെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. സജീവൻ രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനും, അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അതിഥിയായി എത്തിയിട്ടുണ്ട്. ശ്രീമതി മേരിക്കുട്ടി, കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്ന സമയമാണിത് താങ്കൾക്ക്, എനിക്കറിയാം. യഥാർത്ഥത്തിൽ എനിക്ക് വളരെ കുറച്ച് ചില കാര്യങ്ങൾ ആണ് അറിയാനുള്ളത്. ഇവിടെ ഈ സാബുവിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കുള്ള വിഷമം ആദ്യം തന്നെ ഞാൻ താങ്കളെ അറിയിക്കട്ടെ. സാബു ഈ മരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് മേരിക്കുട്ടിയോട് പറഞ്ഞത്? അതായത് 2007 നിങ്ങളുടെ നിക്ഷേപം തുടങ്ങുന്നത്. അതിനുശേഷം പല സന്ദർഭങ്ങളിലായി നിങ്ങൾ പണം തിരികെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തൊട്ട് 1.5 വർഷം മുമ്പ് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. 1.5 വർഷം മുമ്പ് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് 1.5 വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലക്കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. 1.5 വർഷമായിട്ട് ഞങ്ങൾ ബാങ്കിൻ്റെ പുറകെ പൈസയ്ക്ക് വേണ്ടി പല പ്രാവശ്യം കയറി ഇറങ്ങുകയാണ്. ഞങ്ങൾ ആദ്യം സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് കുറച്ച് പൈസ ചോദിച്ചു. ആദ്യം 3 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വേണ്ടെടുത്ത് പല പ്രാവശ്യം ചോദിച്ച് നമ്മുടെ കടയിൽ സെക്രട്ടറി വരികയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും, എന്നിട്ട് ഒരു തരത്തിലും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇപ്പം ഉണ്ടാകുകയില്ല, പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ പൈസ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് കുറേ ദിവസം ഞങ്ങൾ കേണപേക്ഷിച്ചപ്പോൾ കിട്ടി. ആ പൈസ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഞ്ഞിക്കുഴിയിലെ സ്ഥലം വെച്ചുമാറ്റം ചെയ്ത്. അത് കഴിഞ്ഞ് ബാക്കി മേപ്പണം കൊടുക്കണമായിരുന്നു. ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് ആലോചിക്കുന്ന ഒരു കേസായിരുന്നു, ഒരാഗ്രഹമായിരുന്നു അതൊന്ന് വെച്ചുമാറ്റം ചെയ്ത് വരണം. അപ്പം അങ്ങനെ ഒത്തിരി നാൾ പുറകെ നടന്ന് പല പ്രശ്നങ്ങളുണ്ടായാണ് ഞങ്ങൾക്ക് മേപ്പണം കൊടുക്കാനുള്ള പൈസ തന്നത്. അപ്പം നമുക്ക് ബാങ്കുമായിട്ടുള്ള വിശ്വസ്തത ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് തന്ന് ഞങ്ങളുടെ പൈസ ക്ലിയർ ചെയ്തേക്കാൻ പറഞ്ഞു.
പൈസ ക്ലിയർ ചെയ്യാം, അത് ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ച് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നേക്കാം, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. ഓടിയെടുത്തിട്ടാണെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ചെന്നപ്പം 5 ലക്ഷം രൂപ വെച്ചൊന്നും തരാൻ പറ്റത്തില്ല, ഒരു 3 ലക്ഷം രൂപ വെച്ചങ്ങ് തരാം എന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് ജനുവരി മാസം അവർ തന്നു, കൃത്യമായിട്ടും തന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി തൊട്ട് പിന്നെയും പ്രശ്നം തുടങ്ങി. ഫെബ്രുവരി തൊട്ട് 3 ലക്ഷം ഒന്നും തരാൻ പറ്റത്തില്ല. പിന്നെ ബോർഡ് മെമ്പേഴ്സ് പിന്നെയും കൂടി. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു, ഒരു ബോർഡ് മെമ്പർ പറഞ്ഞു 1 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, അതിൽ കൂടുതൽ ഒരു പരിപാടിയും നടക്കുകയില്ല. സാബു റിക്വസ്റ്റ് ചെയ്തു 1 ലക്ഷം രൂപയും കൊണ്ട് നമുക്ക് വീട്ടിൽ കാരണവന്മാർ കിടന്ന കിടപ്പിലാണ്, ഞങ്ങൾ സമ്പാദിച്ച മുഴുവൻ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ആദ്യമേ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണിത് ഈ ബാങ്ക് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് പൈസ നിക്ഷേപിച്ചത്. സാബു പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ കൊണ്ട് സൊസൈറ്റികളിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത്, അത് അപകടമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പം ഇതുവരെ ഇല്ല. അവിടുത്തെ സെക്രട്ടറിയും വേറൊരു സന്ധ്യ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ടെന്നും പറഞ്ഞ് ഞാൻ സാബുവിനെ നിർബന്ധിച്ചാണ് അവിടെ പൈസ ഇടിയിച്ചത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സാബുവിന് ടെൻഷനായി. അപ്പോൾ പൈസ നമുക്ക് പല ആവശ്യങ്ങൾക്ക് നമുക്ക്, കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വന്നു. സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം നമുക്ക് പല ആവശ്യങ്ങൾക്ക് പൈസ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ പൈസ ആവശ്യപ്പെട്ട് രാവിലെ തൊട്ട് ഒരു 10 മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കിടന്ന് ബഹളമായി. അത് കഴിഞ്ഞ് 10 മണി തൊട്ട് 1 മണി വരെയും ചിലപ്പോൾ നിൽക്കേണ്ട അവസ്ഥയായി. ചിലപ്പോൾ വൈകുന്നേരം വരാൻ പറയും, 3 മണി കഴിഞ്ഞ് വരാൻ പറയും. അങ്ങനെ പല സമയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വരവായി. നമ്മുടെ കടയുണ്ട്, ചെറിയ സ്റ്റേഷനറി കടയുണ്ട്, അങ്ങോട്ട് വരുന്നു, ചർച്ച ചെയ്യുന്നു. അങ്ങനെ സാബു ഭയങ്കര നിരാശയിലായി. മൊത്തത്തിൽ ഇങ്ങനെ പൈസയുടെ പ്രശ്നങ്ങൾ എല്ലാം കൂടി ആയപ്പോഴത്തേനും ഭയങ്കര നിരാശയിൽ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം ഇതെങ്ങനെ നമുക്ക് പൈസ കിട്ടും എന്നുള്ളൊരു പ്രശ്നമായി. ലാസ്റ്റ് ഇങ്ങനെ ഈ എമർജൻസി കേസ് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ്റെ കേസാണ്. ഓപ്പറേഷൻ്റെ കേസ് വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഒരു 2 വർഷം കഴിയാതെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് പൈസ 2 ലക്ഷം രൂപ വേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് എനിക്ക് വല്ലാത്ത അവസ്ഥയിലോട്ട് ഞാൻ എത്തിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് തന്നെ 10 വർഷത്തോളമായി. അമ്മച്ചി കിടന്ന കിടപ്പിലായതുകൊണ്ട് ഇങ്ങനെ ഞാൻ എൻ്റെ രോഗം നീട്ടി വെച്ചുകൊണ്ടിരുന്നു. ആ രോഗം നീട്ടി ഒരു പരുവമായി കഴിഞ്ഞപ്പോഴത്തേനുമാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ബാങ്കിൽ കയറി ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് പൈസയിലും വേണം, പെട്ടെന്ന് ഒരു അഡ്മിഷനാകുമ്പോൾ പൈസ നമ്മൾ അവിടെ അടയ്ക്കേണ്ടി വരും, മരുന്നിന് പൈസ വേണം, ഇന്ന് പൈസ ഉണ്ടാകത്തില്ലെന്ന്. ഒരു തരത്തിലും പൈസ ഉണ്ടാകത്തില്ല, നാളെ നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പോകും. അത് കഴിഞ്ഞ് നാളെ പിന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് സാബു പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് പോന്നു. ഇവിടുന്ന് ബാങ്കിൽ ചെന്നു, എന്നിട്ട് പൈസ കിട്ടിയില്ല. എന്നിട്ട് മൂത്ത മകൻ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു, എൻ്റെ അമ്മയെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു 40,000 രൂപ തന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് 40,000 രൂപയും കൊണ്ട് എങ്ങനെയാവാനാ, ഒരു 2 ലക്ഷം രൂപയോളം ഓപ്പറേഷൻ കേസിനെല്ലാം ആവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാബു ആകെ ടെൻഷനിലായി. എന്നാ ചെയ്യുന്നത്, തെരുതെരെ പോവുക, കടയടച്ചേച്ചാണ് പോകുന്നത്. ആകെപ്പാടെ ഒരു ചെറിയ സ്റ്റേഷനറി കടയുണ്ട്, അത് അടച്ചിട്ടേച്ച് മണിക്കൂറുകൾ പോയി ബാങ്കിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 1.5 വർഷം കൊണ്ട് ഉണ്ടായി. കാരണം ഞാനായിരുന്നു ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ആൾ. സാബുവിനെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല, അത്രയും നിഷ്കളങ്കനാണ് ആൾ. അപ്പം ഞാൻ ആദ്യം പോവും, അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് രക്ഷയില്ലാന്ന് വരുമ്പോൾ മാത്രമേ ഞാൻ സാബുവിനെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 പേരും പോയി ബഹളം വെച്ചാണ് ഞങ്ങൾക്ക് കുറച്ച് പൈസ ആദ്യമൊക്കെ തന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പൈസ ഇല്ലെന്നുള്ള ടെൻഷനായി. അന്ന് ഒരു 40,000 രൂപയും കൂടെ അവർ തന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു 40 കൂടെ തന്നു, 80 രൂപ തന്നു. 80 രൂപ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ്റെ ചിലവ് തന്നെ 1 ലക്ഷം രൂപ അടുത്താവും. പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു 1 ലക്ഷം കൂടെ ആവും. മൊത്തം ഒരു 2 ലക്ഷം രൂപയിൽ ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റെജി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയെ വിളിച്ചു. ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് വിളിച്ചു, എനിക്ക് ആകെപ്പാടെ 80 രൂപ കിട്ടിയും കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാനുള്ള പൈസയൊന്നും ആകുകയില്ല, എങ്ങനെയാലും പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നിങ്ങളല്ലേ വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു പുള്ളിക്കാരി, ഭയങ്കരമായിട്ട് കയർത്ത് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സാബുവിനെ വിളിച്ച് ഉള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ റെജിയോട് പറഞ്ഞായിരുന്നു, റെജി ഇങ്ങനെ ഒന്നും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സാബു ബാങ്കിൽ ചെല്ലുന്നത്. പിറ്റേ ദിവസം ബാങ്കിൽ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഈ ജീവൻ പോകാൻ തന്നെ കാരണം അതാണ്. കാരണം ചെന്ന് കഴിഞ്ഞപ്പോഴേ
പോടാ പുല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സാവിനെ തള്ളി വിട്ടെന്നാണ് സാവ് പറയുന്നത്. അത് കഴിഞ്ഞ് തള്ളി വിട്ട് കഴിഞ്ഞ് അവിടെ ഇരുന്ന സെക്രട്ടറിയും വേറൊരു പുള്ളിക്കാരിയും കൂടെ ഉണ്ട്. അവർ രണ്ടും കൂടെ എടുത്ത് ഇരുന്നിട്ട് ഒരിക്കലും കയറക്കാത്ത രീതിയിൽ കയർത്തു. സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്ത് പോയി, എൻ്റെ അടുത്തല്ലേ പൈസ ഇട്ടേക്കുന്നത്, എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഇട്ടു. അങ്ങനെ 3 പേരും കൂടെ ബഹളം ഇട്ടപ്പോഴത്തേനും സാവു അങ്ങ് ഡിസ്പയറായി. കാരണം ഞാൻ അവിടെ ഇല്ല തന്നെ, ഞാൻ പെട്ടെന്ന് ആശുപത്രി കേസിന് പോവുകയും ചെയ്തല്ലോ. ഇതെല്ലാം എന്നോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 3 മണിയാകുമ്പോഴത്തേനും അവർ ഇച്ചിരി അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 മണിയായപ്പം വിളിച്ചപ്പം ആരാ എടുത്തതെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എടുത്തയാൾ പറഞ്ഞു താന് ബിനോയ്ക്കിട്ട് തല്ലിയല്ലടാന്ന് പറഞ്ഞു. സാവു പറഞ്ഞു ഞാൻ തല്ലുവോ, അത് എവിടെയാണ് തല്ലുന്നത്, ഞാൻ അങ്ങനെ ആരെയും തല്ലാറുമില്ല, ഞാൻ ഒന്നിനും പോകാറുള്ള ഒരു വ്യക്തിയല്ല, നിങ്ങളല്ലേ എന്നെ പിടിച്ച് തള്ളിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒരാളുടെ പെട്ടെന്ന് അങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തത് അവിടുത്തെ നേരത്തെ പ്രസിഡൻ്റായ സജിയുടെയിലായിരുന്നു, VR സജിയുടെ. അപ്പം സജി പറഞ്ഞു നിനക്കിട്ട് നിൻ്റെ പേര് കേസൊന്നും കൊടുക്കുന്നില്ല, കാരണം നിന്നെ എനിക്കറിയാം, നിനക്കിട്ട് നല്ല പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ പണിയാന്ന് ചോദിച്ചു. പണി നല്ല പണി, നിനക്ക് പണിയെക്കുറിച്ച് അറിയത്തില്ലെന്ന്. അത് ശരിക്കും അതിൻ്റെ ശബ്ദസന്ദേശം മൊബൈലിൽ കിടപ്പുണ്ട്. അതുപോലെ ഹരാസ് ചെയ്തു. അപ്പോൾ അന്ന് രാത്രിയിൽ കടയടച്ചേച്ച് വരുന്നത് എന്നെ വിളിക്കുന്ന ആളാണ്, പക്ഷെ വിളിക്കുന്നില്ല. എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് സംഘം ഉണ്ടായിരുന്നു. സംഘത്തിൽ പോയിട്ട് 8:30 ആയപ്പം ഒരിക്കലും ഇറങ്ങുന്ന ആളല്ല, 8:30 ആയപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു അവിടുന്ന്. എന്താ അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു. ആകെ ഗ്ലൂമി ആയിരുന്നു. അപ്പോൾ 10:30 ആയപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതെ, ഞങ്ങൾ രോഗം മാറിയൊക്കെ സുഖമായിട്ട് വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, അതിനെക്കുറിച്ച് പേടിക്കേണ്ടെന്ന് എൻ്റെ ആങ്ങളുടെ ചേച്ചിയും പറഞ്ഞു. ചേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സമാധാനപ്പെടുത്തി കെടുത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ 5:45 കൊച്ചു വിളിച്ച് പറഞ്ഞു പപ്പായെ കാണാനില്ല അമ്മേ. പപ്പായെ കാണാനില്ല. ഞാൻ പറഞ്ഞു മോനെ ജോയി സാറിനെ കാണണമെന്നൊന്ന് പറഞ്ഞായിരുന്നല്ലോ, ജോയി വെട്ടിക്കുഴി സാറിനെ കാണണമെന്നൊന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനം നിലനിൽക്കണ്ടേ, നമ്മളായിട്ട് ആ സ്ഥാപനം കളയണ്ട, ഒരിക്കലും പേരുദോഷം വരുത്തണ്ട എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും നിർബന്ധിക്കും. അത് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് എപ്പോഴും പറയുന്നതായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും നിരസിച്ചായിരുന്നു, ഇതിന് പോകണ്ട, നമ്മൾ 2 വ്യക്തികളാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിരസിച്ചത് കൊണ്ട് സാവു പറഞ്ഞു എന്നാൽ വേണ്ട, എന്താന്നാ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കിടന്നാണ്. രാത്രിയിൽ എപ്പോഴോ എഴുന്നേറ്റ് പോയി. 5:45 കൊച്ചു കാണുന്നില്ല, പപ്പായെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ മോനെ പപ്പ ചിലപ്പം ജോയി സാറിൻ്റെ വീട്ടിൽ പോയി കാണും, ഒരു പക്ഷേ ഇത്രയും രാവിലെ പോകാൻ സ്ഥലം ലുങ്കിയൊക്കെ കൊടുത്താണ് പോയേക്കുന്നത്. കൊച്ച് അമ്മച്ചിയെ നോക്കാനായിട്ട് ഇവിടെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി കിടന്ന കിടപ്പിൽ, സ്ട്രോക്ക് വന്ന് കിടന്ന കിടപ്പിൽ 1.5 വർഷമായിട്ട് കിടന്ന കിടപ്പാണ്. അപ്പോൾ ഞാനായിരുന്നു സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് പോയപ്പോഴത്തേനും അമ്മച്ചിയെ നോക്കാനായിട്ട് ആളും. അപ്പം പെങ്ങൾ വന്ന് നോക്കി 7 മണിയായപ്പോഴും ഇവിടുന്ന് അനക്കം കേൾക്കാതെ വന്നപ്പോഴത്തേക്കും സാവു ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് കൊച്ചിനെ അന്വേഷിക്കാൻ വിട്ടു. കൊച്ച് ബസ് സ്റ്റാൻഡിലെല്ലാം പോയി തേടി. ബസ് സ്റ്റാൻഡിൽ പോയി തേടിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. കൊച്ചിനൊരു ഡൗട്ട് അടിച്ചു, ബാങ്കിൻ്റെ ആ പരിസരത്തൊക്കെ ഒന്ന് നോക്കിയാലോ. ബാങ്കിൻ്റെ പരിസരത്ത് നോക്കിയപ്പം ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. നിൽക്കുന്ന പോലെ ആ സ്റ്റെപ്പിലോട്ട് കയറുന്ന 3ാമത്തെ നിലയിലോട്ട് കയറുന്നിടത്ത് നിൽക്കുന്ന പോലെ തോന്നി. കൊച്ചു പോയി നോക്കിയപ്പം കൊച്ചിൻ്റെ പപ്പായാണ്. പപ്പായെ 15 മിനിറ്റ് കൊച്ച് കെട്ടിപ്പിടിച്ച് നിന്നു. ആരുമില്ല, ഒരു അനക്കമൊന്നുമില്ല, തൂങ്ങിക്കിടക്കാണ്, മരവിച്ച് കിടക്കാണ്. എന്നിട്ട് കൊച്ചു കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആരോയെ വിളിക്കുന്ന സഹായത്തിന് കയറഴിക്കുന്നുണ്ട്. എന്നിട്ട് മോളിൽ 2 പണിക്കാരുടെ എന്തോ ഒച്ച കേട്ടു. ആ സമയത്ത് പണിക്കാരെ വിളിച്ചാണ് അഴിച്ചത്. ആ രംഗം ഒന്നോർത്ത് നോക്കി. അതുപോലത്തെ അവസ്ഥ കൊച്ചിൻ്റെ മാനസികാവസ്ഥ. കൊച്ചു മാനസികമായിട്ട് തകർന്ന് നിൽക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അതുപോലത്തെ അവസ്ഥയാണ് ഞങ്ങൾ ഫേസ് ചെയ്തത്. ശ്രീമതി മേരിക്കുട്ടി, ഈ ഇതിനകത്ത് ഇപ്പോൾ ബിനോയ് മെന്റലി ഷോക്ക് ആ ദിവസം ഉണ്ടായതാണ്. ഇതിനകത്ത് ഈ ബിനോയ് ഇതിനു മുൻപും മേരിക്കുട്ടി തന്നെ ഈ പൈസ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ബാങ്കിൽ നിന്ന്. ഇപ്പോൾ ബിനോയിയെ പറ്റി പറഞ്ഞല്ലോ. ബിനോയ് ഈ സൊസൈറ്റിയുടെ ആരാണ്? ബാങ്കിൽ നിന്ന് അവിടുത്തെ ഒരു മെമ്പറാണ്. അതായത് ബിനോയ് തന്നെയല്ല, റെജിയുണ്ട്. അവിടുത്തെ എല്ലാവരും ഞങ്ങളോട് അങ്ങനെയാണ് പെരുമാറിയേക്കുന്നത്. അതുപോലെ മോശമായിട്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് പണം തിരികെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നിക്ഷേപിച്ച പണത്തിനുള്ള പലിശയും മുടങ്ങിയിരുന്നു അല്ലേ? അത് പലിശ മുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, പലിശ മുടങ്ങിയിട്ടില്ല. പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടായിരുന്നു. ശരി.
അതായത് സത്യം പറയാലോ, പലിശ മുടങ്ങിയിട്ടില്ല. ശരി, ഞങ്ങൾക്ക് തുക പിൻവലിക്കാൻ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ അതിനിടയിൽ ഈ കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറി ആണല്ലോ ഈ സജി. പിൻവലിക്കാന്ന് പറഞ്ഞാൽ സജിയാണോ ഈ ഭീഷണിപ്പെടുത്തിയത്? അത് ആ ഒരു ശബ്ദ സന്ദേശമാണ് വന്നത്. മാത്രമല്ല പള്ളിക്കവലയിലാണല്ലോ അല്ലേ ഈ സാബുവിന്റെ വെറൈറ്റി ലേഡീസ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നത്, ആ ഒരു കട ഉണ്ടായിരുന്നത്. അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ആരെങ്കിലും? ആ, പള്ളിക്കവലയാണ്. ഇല്ലില്ല, അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയുള്ളൂ. അവിടെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും? ഭീഷണിപ്പെടുത്തി അന്നാണ് ആള് ഭയങ്കരമായിട്ട് ഒത്തുതീർച്ച ചർച്ചകൾ പലപ്പോഴും ബോർഡ് മെമ്പേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് ചർച്ചകൾ നടക്കാറുണ്ടായിരുന്നു. ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര രൂപ വെച്ച് തരാം, ഒരു പ്രാവശ്യം പറയും 5 ലക്ഷം തരാം, അത് കഴിഞ്ഞ് പറയും 3 ലക്ഷം തരാം, ലാസ്റ്റ് 1 ലക്ഷവും പിന്നെ പലിശ 1.25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എമർജൻസി കേസിൽ ഞങ്ങളിട്ട് ഒരു 14 ലക്ഷം രൂപ അതിൻ്റെ പലിശയും ബാക്കി കിടപ്പുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ലോണായിട്ട് തരാനാണ് പറഞ്ഞത്, റിക്വസ്റ്റ് ചെയ്ത്. ലോൺ പോലും തരത്തില്ല, ലോൺ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഈ എമർജൻസി കേസിൽ ഈ ഓപ്പറേഷന് പെട്ടെന്ന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ, നമ്മളിട്ട പൈസയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എവിടുന്ന് പൈസ ഉണ്ടാക്കും? അങ്ങനെ നിരാശയിലായി സാബു ഇപ്പോൾ മൊത്തത്തിൽ. ശരിക്കും അന്നത്തെ ഇതാണ് ഏറ്റവും സ്ട്രോക്കായി പോയത്. അല്ലെങ്കിൽ എങ്ങനെയും മാനേജ് ചെയ്താണ്. ഈ പണം ചോദിക്കാൻ ചെന്ന പല സന്ദർഭങ്ങളിൽ മേരിക്കുട്ടി തന്നെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ സാബുവിനും കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. താങ്കൾക്ക് എന്തൊക്കെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പണം ചോദിക്കാൻ ചെന്നപ്പോൾ? അതെ, പണം ചോദിക്കാൻ ചെന്നുമ്പം എപ്പോഴൊന്നും നടക്കുകയില്ല, ഇന്നുണ്ടാകുകയില്ല. അത് ഒന്നെങ്കിൽ ഉച്ച കഴിഞ്ഞ് നടക്കുകയില്ല. 3 മണിയാകുമ്പോൾ 3 മണി തൊട്ട് ഞങ്ങളെ ചിലപ്പോൾ 5 മണി 5:30 വരെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ കട അടച്ചേച്ചല്ലേ പോകുന്നു, കടയടച്ചാണ് പോകുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം പോയി റിക്വസ്റ്റ് ചെയ്ത് ഒരു സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല ഈ 1.5 വർഷമായിട്ട്. ഒന്നെങ്കിൽ കടയിൽ വരും, ആരെങ്കിലും ചർച്ച ചെയ്യാനായിട്ട് അവിടുന്ന് ആളെ പറഞ്ഞു വിടും, അങ്ങനെയൊക്കെയായിരുന്നു. ഈ പൈസ തരാതിരിക്കുന്നതിന് ഈ അംഗങ്ങൾ, അതായത് ഈ ഭരണസമിതി അംഗങ്ങൾ എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞിരുന്നു? എപ്പോഴെങ്കിലും ഇന്ന കാരണം കൊണ്ടാണ് പൈസ തരാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിരുന്നു? കാരണം പറയുന്നത് മൊത്തം ലോണായിട്ട് പുറത്ത് കിടക്കുകയാണ്, വായ്പ കൊടുത്തേക്കാണ്, അത് ആൾക്കാർ തിരിച്ചടയ്ക്കുന്നില്ല എന്നാണ് കാരണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി ലക്ഷങ്ങൾ കോടികൾ കിട്ടാനുണ്ട്, അത് കിട്ടുന്നില്ല, അതാണ് കാരണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പണം ആവശ്യപ്പെട്ട്, അതായത് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം അത്യാവശ്യമാണ് എന്ന് ആവശ്യപ്പെടുന്ന രേഖകൾ കയ്യിലുണ്ടോ? അതായത് അങ്ങനെ രേഖകൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ രേഖകൾ കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ടല്ലോ, ഫിക്സഡ് റെസിപ്റ്റ് ഉണ്ട്. ആ റെസിപ്റ്റും കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്, അല്ലാതെ രേഖകൾ കൊടുത്തിട്ടില്ല. ശരി. ഈ സജി ഇങ്ങനെ മോശമായി പെരുമാറാൻ ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചാലും മതി എന്ന് പറഞ്ഞു ലാസ്റ്റ്. മനസ്സിലായി. ഈ സജി ഇങ്ങനെ മോശമായി പെരുമാറാൻ എന്താണ് കാരണം? ഇതിന് മുൻപ് എപ്പോഴെങ്കിലും സാബുവുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ ബിനോയിയെ പിടിച്ചു തള്ളി അങ്ങനെ പിടിച്ചു തള്ളി എന്ന് അവർ പറഞ്ഞു കൊടുത്തു, അതിന്റെ പേരിലാണോ സജി ഇങ്ങനെ പെരുമാറിയത്? പണി തരുന്നുണ്ട്, പണി എന്താണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്? അതിന്റെ പേരിലാണ്. ബിനോയിയെ പിടിച്ചു തള്ളി എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. അവർക്ക് പൈസ എങ്ങനെയും നമുക്ക് തരാതിരിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറിയും ഒരു അംഗത്തെയും വ്യക്തിപരമായി അടുത്തറിയാവുന്നത് കൊണ്ടാണ് മേരിക്കുട്ടി തന്നെ നിർബന്ധിച്ച്. ഇപ്പോൾ സാബുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്നിട്ടും താങ്കൾ പറഞ്ഞു ഈ സൊസൈറ്റിയിൽ ഇടാം, സഹകരണ സൊസൈറ്റിയിൽ നമുക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ഇതൊരു നല്ല സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടത് അവിടുത്തെ സെക്രട്ടറിയൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ. ആ ആളുകളെ പിന്നെ കണ്ടിരുന്നോ? അല്ല, അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇനി ഒരു 8 വർഷം കൂടെ ഞങ്ങൾ അവിടെ ജോലിയിലുണ്ട്, അതുകൊണ്ട് 8 വർഷം വരെ ജോലിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ സാബുവിനോട് പറഞ്ഞു അവർ 8 വർഷം വരെ ഉണ്ട്, അതുകൊണ്ട് നമുക്കവരെ വിശ്വസിക്കാം, അവർ ഒരു കുഴപ്പവും വരികയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ സ്ഥലക്കേസ് വന്നപ്പോഴാണ് ആദ്യം 1.5 വർഷം മുമ്പ് പൈസയ്ക്ക് ചെന്നു, അന്നേരമാണ് പന്തികേട് മനസ്സിലായത്. ഈ ഇപ്പോൾ മേരിക്കുട്ടിക്ക് എങ്ങനെയാണ് ഒരു പ്രാവശ്യം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു എന്ന് നേരത്തെ പറയുന്നത് കേട്ടു, അതെന്തായിരുന്നു സംഭവം? അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പണം ചോദിക്കാൻ ചെന്നപ്പോൾ? ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം.
പല പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ അവരവരുടെ വർക്കും ചെയ്തുകൊണ്ട് ഇപ്പം പൈസ ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിടുന്നു, ഒച്ചയിടുന്നു, അങ്ങോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു, അടുത്ത ഫോൺ വിളിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും എന്നെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ സാവുവിനെ വിളിച്ചു വരുത്തും. എന്നും ഇത് തന്നെ. കട അടച്ചേച്ചാണ് ഞങ്ങൾ എപ്പോഴും പോകുന്നത്. അപ്പോൾ പല പ്രാവശ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശ്രീമതി മേരിക്കുട്ടി, ഇത് താങ്കൾക്ക് മാത്രമുണ്ടായ അനുഭവമാണോ, 1.5 അല്ലെങ്കിൽ ഇതുപോലെ അനുഭവമുള്ള മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു? അതായത് സാധാരണ നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ നേതാക്കളെ കാണും, അല്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായിരുന്ന് ആലോചിക്കും. അതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സാവു പറയും, അവിടെ ഒരു ജിൻസ് പൂക്കട എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്, അവർക്കും കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പിന്നെ അത് തന്നെയല്ല, പാർട്ടിക്കാരെ പോയി കാണാം, ജോയ് സാറിനെ കാണാമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴും ഞാൻ നിരസിച്ച് എന്നാന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം നമ്മൾ കാരണം ഒരിക്കലും ആ സ്ഥാപനം പ്രശ്നം ഉണ്ടാകരുത്, എപ്പോഴും ഞാനത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അത് ആരെയും കാണാൻ പോകാതെ വന്നത്. ശരി, ഇപ്പോൾ ഇതിലൊരു അന്വേഷണം നടക്കുകയാണല്ലോ. അപ്പോൾ കട്ടപ്പന CI, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി മേരിക്കുട്ടി താങ്കളുടെ അടുത്ത് വന്ന് താങ്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. CCTV ദൃശ്യങ്ങൾ, അതായത് ബിനോയിയെ പിടിച്ചു തള്ളി എന്നാണല്ലോ അവർ പറയുന്നത്. എന്നാൽ സാബുവിനെ പിടിച്ചു തള്ളുന്നതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ പോലീസിന്റെ അന്വേഷണം ആ നിലയിൽ തൃപ്തികരമായല്ലേ മുന്നോട്ട് പോകുന്നത്? താങ്കളുടെ മൊഴി രേഖപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന്. 100% തൃപ്തികരമാണ്. സാർ എന്നോട് പറഞ്ഞു, സാറ് നല്ല പരിചയമുള്ള സാറാണ്, ഞങ്ങളുടെ ഈ എംപ്ലോയ്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന സാറാണ്. സാറ് പറഞ്ഞു ഞങ്ങൾ CCTV പരിശോധിച്ചു, അതിനകത്ത് പിടിച്ചു തള്ളുന്നതായിട്ട് ഒന്നുമില്ലെന്ന്. ശരി, പിടിച്ചു തള്ളുന്നതായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. സാവു അങ്ങനെ ചെയ്യത്തില്ല, 100% ഒരാളെ പിടിച്ചാൽ. സാവുവിന് അങ്ങനെ ഒരു ഇതിന് പോകുന്ന വ്യക്തിയേ അല്ല, ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്ന വ്യക്തികളെ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീമതി മേരിക്കുട്ടി, ഈ സംഭവങ്ങൾക്ക് ആരാണ് ശരിക്ക് കാരണക്കാർ? ആരാണ് ഇതിലെ കുറ്റക്കാർ താങ്കളുടെ നോട്ടത്തിൽ? കുറ്റക്കാർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാം കുറ്റക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സെക്രട്ടറി ഉണ്ട്, വേറെ ലേഡി ഉണ്ട്, പിന്നെ ബിനോയ് എന്ന് പറഞ്ഞ ആളുണ്ട്, പിന്നെ ബോർഡ് മെമ്പേഴ്സ് എല്ലാം കുറ്റക്കാരാണ്. ബോർഡ് മെമ്പേഴ്സാണ് ഞങ്ങളോട് 1 ലക്ഷം രൂപ, തനിക്ക് 1 ലക്ഷം രൂപ തരാം, ലാസ്റ്റ് 1 ലക്ഷം രൂപ എന്ന് തരാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് അതിനകത്ത്. അപ്പോൾ ആ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പം ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വന്നുകൊണ്ടാണ് ഞങ്ങൾ പോയി റിക്വസ്റ്റ് ചെയ്തത്. അല്ലാതെ ഞങ്ങൾ ഈ സമയം ഇവർ പറഞ്ഞേക്കുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ചെല്ലാറുള്ളൂ. അതൊരിക്കലും സമയത്ത് തരികയില്ല. അതിന് നമ്മളെ ഒരു 3-4 പ്രാവശ്യം നടത്തിക്കും. വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ കിടപ്പിലുള്ള അമ്മച്ചിയും ചാച്ചനെയും ഒക്കെ ഇട്ടേച്ച് വേണം ബാങ്കിൽ പോയി കാവലിരിക്കാനായിട്ട്. മെമ്പർമാരുടെ കൂട്ടത്തിൽ ആരും നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുകയോ നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ പണം ഇത്ര സമയത്തിനകത്ത് തരാമെന്ന് ഉറപ്പ് നൽകുകയോ അങ്ങനെ ചെയ്യുന്ന ആരും അവിടെ ഉണ്ടായില്ലേ? ഒരാൾ പോലും? ആരുമില്ല. ആദ്യമൊക്കെ വാക്ക് പറഞ്ഞ് പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാവു മരിക്കുന്നതിന് തലേ ദിവസം 10:30 ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തിയുടെ സാവുവിൻ്റെ വർത്താനത്തിൽ തോന്നി, എന്തോ ഭയങ്കര മാനസിക വിഷമമാണ്. അപ്പം ഞാനൊരു 10:30 കഴിഞ്ഞപ്പോൾ ഷിജോ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ടുണ്ട്, മൊബൈലിലുണ്ട്. ഷിജോ അന്നേരം എന്നോട് കൊച്ചും പറഞ്ഞു, ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയും പറഞ്ഞു ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു, എന്തോ ഒരു വിഷമം തോന്നുന്നു, കിടന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഷിജോയെ വിളിച്ചു, വീഡിയോ കോൾ തന്നെ വിളിച്ചു, കാരണം ഹോസ്പിറ്റലിലാണെന്ന് ഇവർക്കൊരു തെളിവ് വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഷിജോയെ വിളിച്ചിട്ട് ഷിജോ ഫോണേ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ സന്ധ്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയെ വിളിച്ചു. സന്ധ്യയെ വിളിച്ചെന്ന് പറഞ്ഞാൽ സന്ധ്യ പറഞ്ഞാണ് ഞാൻ ശരിക്കും അവിടെ പൈസ ഇട്ടത്. അപ്പോൾ സന്ധ്യയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു, സാവു ഭയങ്കര വിഷമത്തിലാണ്, പൈസ എത്രയും പെട്ടെന്ന് കിടന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞു. സന്ധ്യയെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന കൂടി, കാരണം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ചേച്ചിയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, സാവുവിൻ്റെ വർത്തമാനത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ 10:30 കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചത്.
വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സാബുവിനോട് പറഞ്ഞില്ല, ഞാൻ ഇവരെ വിളിച്ച കാര്യം സാബുവിനോട് പറഞ്ഞില്ല. ശരി മേരിക്കുട്ടി, വളരെ അധികം നന്ദിയുണ്ട്. താങ്കൾ ഈ സമയത്ത് എനിക്കറിയാം താങ്കൾ എത്രത്തോളം മനപ്രയാസത്തിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ആ അർത്ഥത്തിൽ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തയാണ് സാബുവിന് ഈ സംഭവിച്ച കാര്യങ്ങൾ. പക്ഷേ ഈ സമയത്ത് താങ്കളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നില്ല. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയണമല്ലോ. ഇപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. നീതിപൂർവ്വമുള്ള അന്വേഷണം ഉണ്ടാകണം, കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തണം. ഇതുപോലൊരു സംഭവം ഇനി നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. അതിനൊക്കെ വേണ്ടിയാണ് താങ്കളുടെ അനുഭവം എന്താണ് എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എൻ്റെ ഏതെങ്കിലും ചോദ്യങ്ങൾ താങ്കൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. താങ്കളിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, കേരളത്തിലെ 399 സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. 164 സഹകരണ സംഘങ്ങൾക്ക് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ട് പോലും തുക മടക്കി നൽകാനാകുന്നില്ല എന്ന കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ വിശ്വസിച്ച് പണം മുടക്കിയവർ ഈ നിലയിൽ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? സാബുവിൻ്റെ മരണത്തോടുകൂടി ഇവർ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ നീതി ഉറപ്പാക്കുക എന്നത് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യമല്ലേ? എന്താണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ? ഇതാണ് എൻകൗണ്ടർ പ്രൈം എന്ന് പരിശോധിക്കുന്നത്. എൻകൗണ്ടർ പ്രൈം ചർച്ചകളിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിന്റെ ശ്രീ അനിൽ അക്കര, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദ്, അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ എ സജീവൻ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ അനിൽ അക്കര, ഈ സാബുവിൻ്റേത് കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, താങ്കൾക്കറിയാമല്ലോ. അതായത് 2016 മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിൽ ഉണ്ടായ സംഭവം, 2018 ഡിസംബർ 3 ഉണ്ടായ ഒരു ആത്മഹത്യ, 2023 വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിലുണ്ടായ ആത്മഹത്യ, ഇപ്പോൾ ഈ പെരുമ്പഴതൂർ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കാണ്, അവിടെ സോമസാഗരം എന്ന ആൾ ആത്മഹത്യ വിഷം കഴിച്ച് മരിച്ച സംഭവം. ഇങ്ങനെ നിക്ഷേപത്തുക തിരിച്ചു ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന ആത്മഹത്യകൾ കേരളത്തിൽ നിരവധിയാകുന്നു. അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിച്ചാലും ശരി, അത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനമായാലും ശരി. എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് കേരളത്തിൽ യഥേഷ്ടം നടക്കുന്നത്? ആരാണ് ഇതിലെ ഉത്തരവാദികൾ? ആദ്യമായി സാബുവിൻ്റെ കുടുംബത്തിനോടും അവരുടെ ദുഃഖത്തിലും പങ്കുചേരുകയാണ്. ഇവിടെ ഗോപീഷ്, നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയുണ്ടായി. കേരളത്തിലെ സഹകരണ മേഖല ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. അതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കലർത്താതെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നതിനെക്കുറിച്ചുള്ള വളരെ അക്കാദമികപരമായ ചർച്ചകൾ നടത്തി കേരളത്തിലെ സഹകരണ സ്ഥാപനം രക്ഷിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. ഗോപീഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ വിവിധ വിഷയങ്ങളിൽ വലിയ പഠനം നടത്തിയ ഒരാളാണ്. കേരളത്തിലെ 14 ജില്ലകളിലെയും വളരെ പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകൾ, പ്രാഥമിക വായ്പാ സംഘങ്ങൾ, ഈ പറയുന്ന ഇത് ഒരു പ്രാഥമിക സഹകരണ സംഘമല്ല, ഇതൊരു വിവിധോദ്ദേശ സഹകരണ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ഈ കട്ടപ്പനയിലെ ഈ സഹകരണ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം എല്ലാ ജില്ലകളിലും, ഒട്ടുമിക്ക ജില്ലകളിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഞാൻ ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ സംഘടിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ മേഖല പൂർണ്ണമായും തകരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഘട്ടത്തിൽ അത് ഒന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യം ഒക്കെ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കും പ്രവർത്തിക്കാത്ത രീതിയിലുള്ള വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയൊരു പുനർജനത്തിൻ്റെ ഭാഗമായി ഞാൻ പല ബാങ്ക് പ്രസിഡന്റുമാരും കത്തുകൾ അയക്കുകയും അവരെ ഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു വരുന്ന ആളാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഞാനത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോവുകയില്ല. കേരളത്തിലെ ഡെപ്പോസിറ്റ് ചെയ്ത സഹകാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവർക്കുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധി അവിടെ വായ്പ എടുത്ത ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഒരു സഹകരണ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ ആത്മഹത്യയുടെ വക്കൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ഒരു സഹകരണ സ്ഥാപനത്തിൽ ലോൺ എടുത്ത ആളുകളും ആത്മഹത്യയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തല്ലാതെ വേറെ സ്ഥലത്തും കാണാൻ കഴിയില്ല. ഗോപീഷ്ണൻ പരിശോധിച്ചാൽ കാണാം. ഇത് ബഹുമാനായ കേരളത്തിൻ്റെ മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന G. സുധാകരൻ 2006 മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 5 വർഷക്കാലത്തെ സഹകരണ ബാങ്കുകളിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുകയും അഴിമതികൾ പരമാവധി ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വസിക്കുന്ന പൊതുപ്രവർത്തനമാണ് ഞാൻ. അതിനുശേഷം 2011 മുതൽ 2016 വരെയുള്ള ശ്രീ CN ബാലകൃഷ്ണൻ സഹകരണ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ
കേരളത്തിലെ സഹകരണ മേഖല വലിയ രീതിയിൽ വലിയ വളർച്ചയുണ്ടായ ഒരു കാലഘട്ടമാണ്. വലിയ രീതിയിൽ ഡെപ്പോസിറ്റുകൾ വരികയും ആളുകൾക്ക് വലിയ വിശ്വാസമുണ്ടായ അങ്ങനെ ഒരു 10 വർഷം കടന്നുപോയി. പക്ഷേ 2016 ശേഷമുള്ള കേരളത്തിലെ സഹകരണ മേഖല 2024 എത്തി നിൽക്കുമ്പോഴാണ് ഈ ഗുരുതരമായ പ്രതിസന്ധി വന്നു നിൽക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാളിച്ചകൾ ഉണ്ടായത് നോട്ട് നിരോധനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ സഹകരണ മേഖല ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കൃത്രിമത്വങ്ങൾ സഹകരണ ബാങ്കുകളിൽ നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയതുകൊണ്ടാണ്. അതിനുശേഷമുണ്ടായ ഒരു വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ചിട്ടി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതി വന്നപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം എന്ന പേരിൽ ചിട്ടിക്ക് സമാന്തരമായ ഒരു സാധനം കൊണ്ടുവരികയും അങ്ങനെ വ്യാപകമായ ചിട്ടി ഇവർ നടത്തുകയും ചെയ്തു. ആ ചിട്ടിയിൽ അത് ഇപ്പോൾ കരുവന്നൂർ ബാങ്കിലെ പരിശോധിച്ചാൽ അറിയാം, ഈ അനിൽ സേട്ട് എന്ന് പറയുന്ന ആൾ തന്നെ നടത്തിയ വലിയ അഴിമതി ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജമായ വായ്പകൾ ഗുരുതരമായി വന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന ഈ 2016 മുതൽ കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടവും അതിനുശേഷം ഈ വാസവൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടം, ഞാൻ അവരെ വ്യക്തിപരമായാലും സൂചിപ്പിക്കുന്നു. 2016 ശേഷമാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇത്ര ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ വളരെ സസൂക്ഷ്മം പരിശോധിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കുന്ന നയത്തിൽ നിന്ന് CPM മാറി കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എങ്ങനെ രക്ഷിക്കെടുക്കാം, ഡെപ്പോസിറ്റർമാരും അതുപോലെ തന്നെ വായ്പ എടുത്ത ആളുകളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ സഹകാരികളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗൗരവപരമായ ചർച്ച കേരളത്തിൻ്റെ നിയമസഭ നടത്തുകയും അതിന് മറികടക്കാവുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ നിയന്ത്രിക്കാവുന്ന രീതിയിലേക്ക് പോയില്ലെങ്കിൽ കേരളത്തിൽ ഇതൊരു ചെറിയ അനിലക്കര അങ്ങനെ ആ ഒരു ചർച്ചയിലേക്ക് നയിക്കാവുന്ന ഒരു ചോദ്യം ഭരണകക്ഷിയിൽ നിന്ന്, അതായത് കൃത്യമായി പറഞ്ഞാൽ അമ്പലപ്പുഴ MLA H. സലാം അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. ആ ചോദ്യം പിന്നെ പിൻവലിക്കപ്പെട്ട കാര്യം താങ്കൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. സഹകരണ സ്ഥാപനങ്ങളിൽ, അതായത് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട്, ഭരണസമിതിക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ, സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ, ഇതൊക്കെ H. സലാം ഒരു ചോദ്യമായി ഉന്നയിക്കാൻ തീരുമാനിക്കുകയും 10 ദിവസം മുൻപ് നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന ആ ചോദ്യം നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഈ വിവരങ്ങളൊക്കെ ക്രോഡീകരിക്കുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷം ആ ചോദ്യം പിൻവലിക്കപ്പെട്ടു, അതിൻ്റെ ഉത്തരം പുറത്തു വരികയും ചെയ്തില്ല. അപ്പോൾ ഇതിലെ രാഷ്ട്രീയ ബന്ധം, ഇതിലെ ഉന്നതമായി, ഞാൻ പറഞ്ഞത് CPM ഭരിക്കുന്നതാണോ കോൺഗ്രസ് ഭരിക്കുന്നതാണോ എന്നല്ല, ഇതിലെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധം, അതിലെ അവിശുദ്ധ കൂട്ടുകെട്ട്, അതിൻ്റെ മേലുണ്ടാകുന്ന തട്ടിപ്പും തിരിമറിയും, ഇങ്ങനെ ഇതിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയും ഇതൊരു വലിയ കൊള്ളസംഘമായി മാറുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു വിവരവും പുറത്തു വരുന്നില്ല. വെളിച്ചം പുറത്തു കടക്കാത്ത ഒരു സംഘമായി ഈ സഹകരണ സംഘങ്ങൾ മാറുന്നുണ്ട് പലയിടത്തും. ഞാനും അടച്ചാക്ഷേപിക്കുകയല്ല, പലയിടത്തും. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകൾ, പ്രാഥമിക ക്രെഡിറ്റ് സൊസൈറ്റികളിലെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വിവരാവകാശ നിയമം അനുസരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2 വർഷമായി വിവരാവകാശ കമ്മീഷനിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് നിയമപ്രകാരം അത് മൂവ് ചെയ്യണമെങ്കിൽ നിയമാനുസൃതം ലഭിക്കേണ്ട രേഖകൾ വേണം. പക്ഷെ അത് എനിക്ക് തരാതെ വിവരാവകാശ കമ്മീഷനിൽ ഞാൻ പരാതിയുമായി കേസുമായി നടക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു മുൻ MLA കൂടിയാണ് ഞാൻ. അപ്പോൾ ഇത് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇത് ഡെപ്പോസിറ്റിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഗോപികൃഷ്ണൻ, സഹകരണ ബാങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു വിക്ടിം കൂടിയാണ്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ബാങ്കുകളിൽ കൊടുക്കുന്ന ഓഡി എന്ന് ഓമനപ്പേരിട്ട് നടത്തുന്ന ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നു. ഗോപികൃഷ്ണൻ വന്നാൽ കാണാം, എൻ്റെ വീട്ടിലേക്ക് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒരു സഹകരണ ബാങ്കിൽ 5 ലക്ഷം രൂപ വായ്പ എടുത്തു കഴിഞ്ഞാൽ, ആ വായ്പ എന്ന് പറഞ്ഞ് ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് അവൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന, എൻ്റെ അടുത്തേക്ക് വരുന്ന RR നോട്ടീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ARCയുമായി ബന്ധപ്പെട്ട് വിധിയുമായി വരുന്ന ആൾ 2 കോടിയും 1.5 കോടി രൂപയും ഒക്കെ 5 ലക്ഷം രൂപ എടുത്താൽ അടയ്ക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് എങ്ങനെയാണ് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ല. എൻ്റെ പിതാവ് 1994 എൻ്റെ പ്രാഥമിക ബാങ്കിൽ നിന്നും 1.25 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാളാണ്. ആ ലോൺ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസ് ലഭിച്ചത് 24 ലക്ഷം രൂപയാണ്. ഞാൻ അന്ന് എൻ്റെ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഒരു കാർഷികമായി അന്ന് വെള്ളം കയറുകയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നീട് കുറേ വിവാദമായൊരു വിഷയമാണ്. പിന്നീട് ഞാനത് നിയമപരമായി കുറേ പോരാട്ടം നടത്തിയാണ് ഞാനത് 4,65,000 രൂപ അടച്ച് ആ ലോൺ സെറ്റിൽ ചെയ്യുന്നത്. അത് തന്നെ പിന്നീട് എനിക്കെതിരെ ഉണ്ടായ വലിയൊരു ആരോപണമായി ഇവർ ഉയർത്തുകയും ചെയ്തു. 1.25 ലക്ഷം രൂപ ഗോപികൃഷ്ണൻ 94 എടുക്കുകയും
ആ 94 എടുത്തത് ഒരു 2004 ആയപ്പോഴേക്കും അത് 23 ലക്ഷത്തോളം ആക്കി ഞങ്ങൾക്ക് നോട്ടീസ് വരുന്ന സാഹചര്യം ഉണ്ടായി. എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്ത് എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വളരെ വികാരപരമായി സഹകരണ മേഖല വിഷയം. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സഹകാരികൾ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ വിഷയം മാത്രമല്ല, അവിടെ വായ്പെടുത്ത ആളുകളും പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ജീവനക്കാരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായി ശ്രീ അനിൽ അക്കര താങ്കൾ പറഞ്ഞതിന്റെ ആ ഒരു സെൻസ്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദ് ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, അതിനുശേഷം കേന്ദ്ര സർക്കാർ പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇതിനെയൊക്കെ കേരളത്തിലെ രാഷ്ട്രീയമായി അവതരിപ്പിക്കപ്പെട്ടത് ഇതൊക്കെ കേരളത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ കടക്കൽ കത്തിവെക്കാനുള്ള നീക്കങ്ങൾ എന്നാണ്. പക്ഷെ എന്താണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ എല്ലാമല്ല എങ്കിലും പല സഹകരണ സ്ഥാപനങ്ങളിലും നടക്കുന്നത്? നിക്ഷേപകർ അവരുടെ അധ്വാനത്തിന്റെ ഫലം നിക്ഷേപിച്ചിട്ട് അവർ വെട്ടിപ്പിനും തട്ടിപ്പിനും ഇരയാക്കപ്പെടുന്നു. വായ്പയെടുത്തവർ കുടുങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽ അക്കര പറഞ്ഞതുപോലെ ഇനി ജീവനക്കാരും ഇതുപോലെ കടുംകൈ ചെയ്യേണ്ട മാനസിക സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ടാണ് സഹകരണ മേഖലയിലെ നിയന്ത്രണങ്ങൾ? ഇപ്പോൾ വി.ഡി. സതീശൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം പോലീസിനെ ഉപയോഗിച്ചൊക്കെ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന CPIഎമ്മിന്റെ തന്ത്രം, അങ്ങനെ പിടിച്ചെടുക്കപ്പെട്ട സഹകരണ സംഘങ്ങളിൽ നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പിന് വലിയൊരു ശൃംഖല ഇതിന് പിന്നിൽ പ്രവർത്തിക്കാതെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുക സഹകരണ സ്ഥാപനങ്ങളിൽ? ലോകത്തിൽ തന്നെ ഏറ്റവും മാതൃകയായിരുന്നു കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ. പക്ഷെ ആ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സംശയത്തോടെയാണ് കാണുന്നത്. ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ടു. ശരി, അനിൽ അക്കര പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഒന്ന്, ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൃത്യമായ ആഡിറ്റിങ് ഇതിലില്ല. ആഡിറ്റ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പോകാറില്ല. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അവിടെ ജില്ലാ രജിസ്ട്രാറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറോ ആരെങ്കിലും ഇതിന് ആഡിറ്റിന് വരും. അവർ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വന്നിരിക്കും. ഈ റിപ്പോർട്ടുകൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. ഇവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ രാഷ്ട്രീയ സാധ്യത ഉപയോഗിച്ച്, അത് നേരത്തെ പറഞ്ഞതുപോലെ UDF ആയാലും LDF ആയാലും ആഡിറ്റ് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തിട്ട് പോകും. ഇവിടെ എത്ര കോടി രൂപ ഡെപ്പോസിറ്റ് വന്നു, എത്ര കോടി രൂപ ഇതിനകത്ത് ലോണായിട്ട് വിതരണം ചെയ്തു, കൃത്യമായിട്ട് ആർക്കൊക്കെ ശമ്പളം എങ്ങനെ നൽകുന്നു, ഇതിനെക്കുറിച്ച് ഒന്നും ആഡിറ്റിംഗ് ഇല്ല. വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇന്റേണൽ ആഡിറ്റ് വേണം, അതുപോലെ തന്നെ മറ്റ് എക്സ്റ്റേണൽ ആഡിറ്റുകൾ വേണം, വേണ്ടി വന്ന ലോക്കൽ ഫണ്ട് ആഡിറ്റുകൾ വേണം. ഞാൻ ഇതുപോലെ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ തലപ്പത്ത് ചെയർമാനായിട്ടിരുന്ന ആളാണ്. ഞാൻ അന്ന് അവിടെ കൃത്യമായ ആഡിറ്റുകൾ, ഇന്റേണൽ ആഡിറ്റോ എക്സ്റ്റേണൽ ആഡിറ്റോ അത് പോരാഞ്ഞ് ലോക്കൽ ഫണ്ട് ആഡിറ്റ് കൊണ്ടുവന്നപ്പോൾ 10-20 വർഷമായിട്ട് പലയിടത്തും ആഡിറ്റുകൾ നടന്നിട്ടില്ല. പല ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്തു പോയി. ആരുടെ പേരിൽ നടപടിയെടുക്കും? ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഞാൻ അന്ന് കണ്ടെടുത്തു. അപ്പൊ ഇത് വ്യക്തമായ നിയമം ഇല്ലാത്തതുകൊണ്ടല്ല. ഇവിടെ ഒരു സർവീസ് കോപ്പറേറ്റീവ് മേഖലയിൽ നല്ല നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ആ നിയമത്തിൽ പറയുന്ന രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിൽ, കൃത്യമായിട്ട് ആഡിറ്റ് ചെയ്ത് രേഖകൾ ഹാജരാക്കുന്നതിൽ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും വീഴ്ച വരുത്തുന്നു. നല്ലതുപോലെ പ്രവർത്തിക്കുന്ന കുറെ സഹകരണ സ്ഥാപനം കൊണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ മറ്റൊന്ന് ശ്രീ അനിൽ അക്കര പറഞ്ഞതുപോലെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ അടുത്ത സമയത്ത് പോയപ്പോൾ ഒരു വടക്കൻ ജില്ലയിൽ ഒരാൾ പറഞ്ഞതെന്നറിയോ, വളരെ കൂടുതൽ ഈ നിരോധിക്കപ്പെട്ട നോട്ടുകൾ ഈ ബാങ്കിന്റെ ഭാരവാഹികളെ സ്വാധീനിച്ച് പഴയ ഡേറ്റ് വെച്ച് ഈ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കള്ളപ്പണമായിട്ട് വരികയാണ്. അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ബാങ്കിന്റെ ഭാരവാഹികൾ അത് ഇതുപോലെ പരിപൂർണമായിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ആയിട്ടില്ല. അല്ല, പറയുന്നത് ശാസ്ത്രീയമായി ഒരു ടീം ഓഡിറ്റ് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് വകുപ്പിന്റെ വീഴ്ചയല്ലേ, സർക്കാരിന്റെ ഭരണപരാജയമല്ലേ? ഞാനത് അംഗീകരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ ഒന്നും UDF ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ശക്തമായിട്ട് ആഡിറ്റ് ഇന്ന് വരെ സഹകരണ മേഖലയിൽ വ്യക്തമായിട്ട് നടക്കുന്നില്ല. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. തർക്കിച്ച് വന്നാൽ തെളിവുകൾ കൊടുക്കാൻ ഞാൻ അതിനകത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരാളായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് ഒരു ഇന്റേണൽ ആഡിറ്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ആഡിറ്റ് ചെയ്യാം. ഇപ്പൊ ജില്ലാ രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ വരുന്നു, അവര് ചെയ്യുന്നില്ല, അവരിത് പരിശോധിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി അനിലക്കര പറയാതെ പോയിട്ടുണ്ട്. നിയമനങ്ങൾ ഒരു സൊസൈറ്റിക്ക് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ എന്റെ നാട്ടിലുമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നു, ഇടതുപക്ഷം ഭരിക്കുന്നു. അവിടെ ഒരു 10 വേക്കൻസി വേണമെങ്കിൽ 15-20 നിയമനങ്ങളുണ്ട്. ഇവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഏതാണ്ട് സഹകരണ മേഖലയിൽ നല്ല ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈ സഹകരണ സ്ഥാപനത്തിന്റെ ബാധ്യതയിലേക്ക് പോവുകയാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ബാങ്ക് പ്രസിഡന്റിന്റെ വേതനം വെക്കുന്നു, ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന് വേതനങ്ങൾ വെക്കുന്നു. അല്ല ശ്രീ ബലദേവ്, അതായത് ഞാൻ ചോദിക്കുന്നത് ബാങ്കുകളിലെ നിക്ഷേപം, വായ്പ, ഇത്തരം
ഇടപാടുകളിലെ ക്രമക്കേട് കണ്ടു കഴിഞ്ഞാൽ സർക്കാരിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ലേ? ഇപ്പോൾ കരുവന്നൂരിൽ നമ്മൾ കണ്ടു, കണ്ടലയിൽ നമ്മൾ കണ്ടു, കേരളത്തിലെ പല സർവീസ് സഹകരണ ബാങ്കുകളിലും ഈ തരത്തിൽ ഈ നിക്ഷേപകർ വെട്ടിപ്പിനിരയാകുന്നു, ഇതിലെ വായ്പ എടുത്തവർ കുടുങ്ങുന്നു, മുക്കുപണ്ടം വെച്ച് വായ്പ എടുക്കുന്നു, പല തരത്തിലുള്ള ദുരുപയോഗം ചെയ്യപ്പെടുന്നു, പല പ്രമാണങ്ങൾ വെച്ച് ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഇന്റേണൽ ഓഡിറ്റ്, ഈ സംവിധാനങ്ങളൊക്കെ ഭരണാനുകൂല സംഘടനകളുടെയൊക്കെ സ്വാധീനത്തിന് വഴങ്ങി അവരുടെ നിയന്ത്രണത്തിൽ ഈ ഓഡിറ്റ് സംവിധാനങ്ങളൊക്കെ താളം തെറ്റിപ്പോവുകയാണ്. അപ്പോൾ ഇതാകെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. സർക്കാർ എന്തുകൊണ്ടാണ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? ഇതൊക്കെ തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്ത് നിയമമാണ് വന്നിരിക്കുന്നത്? എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഇവിടെ ഒരു CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി സംസാരിക്കുന്ന ഭാഷ താങ്കൾ കേട്ടില്ലേ? സജി, കളി പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. ഒരു നിക്ഷേപകനോട് 90 ലക്ഷം രൂപ വിശ്വസിച്ച സൊസൈറ്റിയിൽ നിക്ഷേപിച്ച ഒരു നിക്ഷേപകനോട് പറയുന്നതാണ്, ഇന്ന് അയാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇത്രയും നേരം നമ്മളോട് അവർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചത്. ആരാണ് ഇതിൽ കുറ്റക്കാർ? ശ്രീ ഗോപീഷ്ണൻ ഒരു സീനിയർ IAS ഓഫീസർ ആവുന്ന രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി താഴെ വരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ജില്ലാ രജിസ്ട്രാർമാരും മറ്റു ഓഡിറ്റർമാരും ഒക്കെ വരുന്നത്. പക്ഷെ ഇവർ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നില്ല. ഗവൺമെന്റ് ഇവർ പോസ്റ്റീകരിക്കുന്നതിനാ? അത് LDF ആയാലും UDF ആയാലും പോസ്റ്റീകരിക്കുന്നത് കാലാകാലങ്ങളിൽ കൃത്യമായിട്ട് ഈ സഹകരണ സ്ഥാപനങ്ങളെ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. ആ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് നടത്തുന്നത് അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ റിപ്പോർട്ട് കൊടുക്കുന്നത് സഹകരണ ബാങ്കിലെ പ്രസിഡന്റോ ഡയറക്ടർ ബോർഡോ കൊണ്ടുചെയ്യുന്ന ഒരു ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇപ്പൊ വ്യക്തമാക്കുന്നില്ല പരസ്യമായിട്ട്, വേണമെങ്കിൽ രഹസ്യമായിട്ട് പറയാം. സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഓഡിറ്റർ ഒപ്പിട്ട് കൊടുക്കുന്നു. ഈ ഭരണസമിതി റിപ്പോർട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾ ഭരിക്കും, ഞങ്ങളുടെ പ്രസ്ഥാനം UDF-ലും LDF-ലും നിന്നിട്ടുള്ള നല്ലതുപോലെ അറിയാം. അവിടെ ഇരുന്നുകൊണ്ട് ഓഡിറ്റർ വായിച്ചു പോലും നോക്കുന്നില്ല, ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കുന്നു. ഈ റിപ്പോർട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഒരു ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ മറ്റൊരാൾ ഓഡിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് മുകളിലേക്ക് പോകുന്നു. അവസാനം ഇത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സീനിയർ IAS ഓഫീസറാണ്, അവിടെ ചെന്ന് നിൽക്കുന്നു. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇത് ഒപ്പിട്ട് ബന്ധപ്പെട്ട സഹകരണ മന്ത്രിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് പരിപൂർണമായിട്ട് അഴിച്ചുപണി നടത്തേണ്ടത് ഈ ഓഡിറ്റർമാർ. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഈ ബാങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് എങ്ങനെ അവർക്ക് ബാധ്യത വന്നു, ഓഡിറ്റർ എങ്ങനെ ഓരോ വർഷം റിപ്പോർട്ട് കൊടുത്തു, വരുമാനം എത്ര, ചെലവെത്ര, ഈ കൃത്യമായിട്ട് ഓഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പ്രതിയാക്കേണ്ടത് ഈ ഓഡിറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ. കരുവന്നൂർ ഉൾപ്പെടെ ഞാൻ പറയുന്നു, പുൽപ്പള്ളി ആയാലും ഈ ഓഡിറ്റ് കള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്ടർ ബോർഡിനേക്കാൾ ഉപരിയായിട്ട് പ്രതിയാക്കേണ്ടത് ഈ കഴിഞ്ഞ ഏതൊക്കെ ബാങ്കിൽ തിരിമറി നടന്നിട്ടുണ്ടോ ആ ബാങ്കിലെ ഓഡിറ്റർമാര്, അവർക്ക് കൂട്ടുന്നവരെ ആദ്യമായിട്ട് അത് രാഷ്ട്രീയം നോക്കാതെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും അവരെ പ്രതിയാക്കണം. പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു, ഇവിടുത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒരു സൂയിസൈഡ് നോട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ സൂയിസൈഡ് നോട്ട് കറക്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ആത്മഹത്യാ പ്രേരണയ്ക്ക് തന്നെ കേസെടുക്കണം. അതിനകത്ത് LDF എന്നുള്ള നിലയിൽ ഞാൻ അതിനെ കാണുന്നില്ല. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് ഈ ഉദ്യോഗസ്ഥർ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വ്യക്തമായ രേഖകളുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണയെടുത്ത് ഇപ്പൊ ദിവ്യക്കെതിരെ കേസെടുത്തതുപോലെ കേസെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയാനുള്ളത് ഓഡിറ്റുകാർ നിയമങ്ങളുടെ പരിമിതിയല്ല. ഞാനൊരു അഡ്വക്കേറ്റാണ്, നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, ഓഡിറ്റ് കറക്റ്റ് ആവുന്നില്ല. ഈ ഭരണസമിതികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയമനങ്ങൾ നടത്തുന്നു. ഇഷ്ടമുള്ളവർക്ക് വേറെ കാര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് അറിയപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ചില ലോണുകൾക്ക് പലിശ കുറവും ചില ലോണുകൾക്ക് സബ്സിഡി കൂടുതലുമാണ്. ഇത് പാവപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. ഈ ഭരണസമിതിയിലെ അംഗങ്ങൾക്കോ അവരുടെ പിടികാലുകൾക്കോ വീതിച്ചു കൊടുക്കാന്ന് അനിലൊക്കെ പറയാതെ പോയ കാര്യമാണ്. അതായത് പ്രമാണങ്ങൾ, ഈ സംഘാംഗങ്ങൾ വെക്കുന്ന പ്രമാണങ്ങൾ ഭരണസമിതി തിരിമറി ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങളല്ലേ വന്നത്? പുൽപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചത്? മുക്കുപണ്ടം. മാത്രമല്ല ഒരു ഈടിൽ ഒരുപാട് പേർക്ക് വായ്പ, മുക്കുപണ്ടം വയ്ക്കുക, ഫണ്ട് തിരിമറി. മുക്കുപണ്ടം വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അറിഞ്ഞുകൊണ്ട് ബാങ്കുകാർ കൊടുക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയാം. ശ്രീ എ സജീവൻ, ഇതില് ഇപ്പോൾ ഈ നമുക്ക് സാബുവിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീ എ സജീവൻ, ഇത് അങ്ങേയറ്റം മാനുഷികമായ ഒരു വേദനയോടുകൂടി നമ്മൾ പരിഗണിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. കാരണം സാബുവിൻ്റെ മാത്രമല്ല, ഇതുപോലെ നിക്ഷേപകർ പണം നിക്ഷേപിച്ച് അവരുടെ അത്യാവശ്യത്തിന് തിരികെ ചോദിക്കുമ്പോൾ ആട്ടും തുപ്പും നേരിടേണ്ടി വരുന്ന നിക്ഷേപകരുടെ അവസ്ഥ നമ്മൾ ഇതിന് മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ഇപ്പോൾ ബൽദേവ് സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു ഈട് വയ്ക്കുക, അതിൽ നിരവധി പേർക്ക് വായ്പ കൊടുക്കുക, മുക്കുപണ്ടം വഹിച്ചിട്ട് വായ്പ കൊടുക്കുക, അതേപോലെ തന്നെ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരും ഒക്കെ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുക, അങ്ങനെ തിരിമറിക്ക് വേണ്ടി ഒരു സംഘം തന്നെ സെറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇന്റേണൽ ഓഡിറ്റ് എന്ന പേരിൽ വേറൊരു തട്ടിപ്പ് നടക്കുക, ഇതെല്ലാം പൂഴ്ത്തിവെക്കപ്പെടുക, നിയമസഭയിൽ ചോദ്യം വരാതിരിക്കുക, ഈ അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പറയുക, നിയമം കൊണ്ടുവരുമെന്ന് പറയുക, അതിൻ്റെ ഒക്കെ മറവിൽ ഈ തട്ടിപ്പ് യഥേഷ്ടം നടക്കുന്നു.
എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? താങ്കൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുക? ഈ സജി എന്ന മുൻ ലോക്കൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള ശബ്ദ സന്ദേശം കൂടി താങ്കളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരിക്കും താങ്കൾ മറുപടി പറയുകയെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ബൽദേവ് ഇവിടെ പറഞ്ഞല്ലോ, ഈ ഒന്നാം പ്രതിയാക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരെയാണ്, ഓഡിറ്റർമാരെയാണെന്നുള്ളത്. എന്തിനാണ് നമ്മളിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? ഈ ഓഡിറ്റർമാർക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് കള്ളും പെണ്ണും ഒക്കെ കൊടുത്തിട്ട് ഇത്തരത്തിൽ ഒപ്പിടിയിക്കുന്നുണ്ടെങ്കിൽ അതാരാ ചെയ്യുന്നത്? ആരാണ് ചെയ്യുന്നത്? ഈ രാഷ്ട്രീയക്കാർ. അത് ഇടതായാലും വലുതായാലും ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണല്ലോ. എന്നിട്ട് നമ്മൾ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് ഇതിന് ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ തന്നെ പറഞ്ഞില്ലേ, സലാം കൊണ്ടുവന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അത് നിയമസഭയിൽ ചോദ്യമായിട്ട് പോലും ഉന്നയിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദികൾ? അല്ല, ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ വരെ ഇതിൽ ഉത്തരം പറയേണ്ട ആളുകളാണ്. ഒരാൾ 90 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടിയോളം രൂപ താൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള കാശ്, ആ കാശ് നിക്ഷേപിക്കുന്നു. വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയതാണെന്ന് നമുക്ക് ന്യായീകരിക്കാം. ഇത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയതല്ലല്ലോ. അവനവൻ ഉണ്ടാക്കിയ കാശ് നിക്ഷേപിക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കൊരു പക്ഷേ സ്ഥിര നിക്ഷേപമായിട്ട് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ വെച്ചാണെങ്കിൽ അത് അതിന് മുമ്പേ എടുക്കുന്നുണ്ടെങ്കിൽ പലിശ കിട്ടില്ല എന്ന് പറയാം. പക്ഷെ കാശ് കൊടുക്കാതിരിക്കാൻ നിയമമില്ലല്ലോ. എന്നിട്ട് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ സാബുവിൻ്റെ ഭാര്യ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരല്ല, അവരെ ഓരോ ദിവസവും വിളിച്ച് അവഹേളിച്ച് സാബുവിനൊക്കെ അവഹേളിച്ചിട്ടുള്ളത് അവിടെയുള്ള ഭരണസമിതി അംഗങ്ങളാണ് എന്നിട്ട് അപ്പോൾ നമ്മൾ ആരെയാണ് ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത്? ഒരു സംശയവുമില്ല, ഇതിൽ ഇടതായാലും വലതായാലും ഏത് പാർട്ടിക്കാരായാലും ഉദ്യോഗസ്ഥന്മാരല്ല ഇതിൽ പ്രധാന ആളുകൾ. ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഇന്ന കാശൊക്കെ തന്നിട്ട് ഞങ്ങളെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം തന്നാൽ അല്ല മറ്റെന്തെങ്കിലും തന്നാൽ മാത്രമേ ഞങ്ങൾ ഒപ്പിടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവന് ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ ഈ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ലേ? എന്നിട്ട് നമ്മൾ വീണ്ടും ന്യായീകരിച്ചിട്ട് ഇതൊരു താത്വിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഇവിടെ ഒരു മനുഷ്യൻ നമ്മൾ ഇപ്പോൾ സാബുവിൻ്റെ കാര്യത്തിൽ ഇവിടെ 90 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ കുറേശെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ് നമ്മൾ കണ്ണീരോട് കൂടിയിട്ടാണ് കേട്ടത്. കാര്യം അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ബാങ്കുകളുടെ സ്ഥിതിയൊക്കെ എന്താണ്? ഇടത് ഭരിച്ചാലും വലുത് ഭരിച്ചാലും ഈ ബാങ്കുകളിലൊക്കെ ഇതേപോലെയല്ലേ? ബുക്ക് വെച്ചിട്ട് ഞാനൊരു ബുക്ക് വെച്ച് പണയം വെച്ചിട്ട് കാശ് എടുക്കാൻ പോയാൽ എനിക്ക് കിട്ടുമോ? അല്ല സജീവൻ സാർ, അതായത് സജീവൻ സാർ നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ട് തുക മടക്കി നൽകാൻ കഴിയാത്ത 164 സഹകരണ സംഘങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ്. 164 സഹകരണ സംഘങ്ങൾ. കേരളത്തിലെ 399 സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് നടക്കുന്നുവെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. അതെ, അത് ഇതിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ മാത്രം, അതാണ് ഗോപീഷ്ണൻ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കിനി ഇതിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബൽദേവ് പറഞ്ഞ കാര്യം എനിക്ക് തമാശയായിട്ടത്, നിയമമുണ്ട് ഇവിടെ. നിയമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടപ്പായിക്കൂടാ? ഇവിടെ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നടപ്പാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഏത് ഉദ്യോഗസ്ഥനാണ് ഈ നിയമം നടപ്പാക്കുന്നതിനെ എതിർക്കുന്നത്? അങ്ങനെയുള്ള ആളുകളെ ചെവിക്ക് പിടിച്ച് പുറത്തെറിയാനുള്ള ആർജവം ഉണ്ടാവേണ്ടതല്ലേ? അപ്പം നമ്മൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഓരോന്ന് വരുമ്പോഴും പോലെ തന്നെ നമ്മൾ കരുവന്നൂരിൻ്റെ കാര്യത്തിലാണെങ്കിലും വയനാട്ടിലെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ ഓരോ കർഷകനും ഓരോ നിക്ഷേപകനും ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധിയിലാവുന്ന സമയത്തൊക്കെ നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ഒക്കെ പ്രശ്നം താത്വികമായിട്ട് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ താത്വികമായി പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നിട്ട് ഒരാൾക്കെതിരെ പോലും നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് വരും. അവർക്ക് ഇത്ര കാശ് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ തട്ടി നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, നമ്മളെല്ലാം രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അവനെ പുറത്ത് കാണിക്കാൻ, അവനെ വളരെ കൃത്യമായിട്ടും ഇവൻ കള്ളനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള, ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വിളിച്ചു പറയാനുള്ള ആർജവം വേണം. അതല്ല നമ്മൾ മൊത്തമായിട്ട് കുറേ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്, ഇതാക്കേണ്ടതുണ്ട് പണ്ടൊരു കാര്യമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം, എന്നോട് ഈ കുറേ കള്ളപ്പണം നിക്ഷേപിച്ച ആളുകൾ പറഞ്ഞ അനുഭവം എനിക്കുണ്ട്.
കാരണം നമ്മളൊക്കെ കാശ് ചിലവാക്ക് പിന്നെ ബാങ്കിലിടുന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ വഴിക്ക് കിട്ടുന്ന കാശല്ലേ ഉള്ളൂ. കള്ളപ്പണം, കോടികളുടെ കള്ളപ്പണമുള്ള ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് സൊസൈറ്റികളിൽ എത്ര നിക്ഷേപമുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ കോടികളുള്ള ആളുകൾ അവരത് വെള്ളപ്പണമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ കഴിച്ചതിനെ കുറിച്ച് എന്നോട് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു അപ്പോഴാണ് അധ്വാനിച്ച പണം നിക്ഷേപിച്ച ആളുകൾക്ക് തിരികെ കിട്ടാതെ ഇങ്ങനെ ജീവൻ ഒടുക്കേണ്ടി വരുന്നത്. ശ്രീ എസ് സജീവൻ, ശ്രീ അനിലക്കര, ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? അല്ല, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള നടപടികളാണ് വേണ്ടത്. മാധ്യമ ശ്രദ്ധ കഴിയുന്നതുകൂടി ഈ വിഷയം തീരാൻ പാടില്ല. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ക്രമക്കേട് സഹകരണ മേഖലയിൽ നടക്കുന്ന ഒരു ജില്ല ഇടുക്കി ജില്ലയാണ്. അവിടെ മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ആണെങ്കിലും കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കാണ്, ചിന്നക്കാൽ സർവീസ്, ഇതൊക്കെ വലിയ അഴിമതി നടക്കുന്ന ബാങ്കാണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ ഈ വിഷയത്തിൽ ഇടുക്കി ജില്ലയിലെ സഹകരണ മേഖലയെ നിയന്ത്രിക്കുന്നത് ശ്രീ എം എം മണിയാണ്. ശ്രീ എം എം മണിയുടെ പിന്നെ ആശ്രിത വത്സരായ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഈ പറയുന്ന സാബുവിൻ്റെ കുടുംബം എത്രയോ കോടതികൾ ഇനി കയറേണ്ടതായി വരും, എത്രയോ അന്വേഷണ ഏജൻസികൾ സമീപിക്കേണ്ടതായിട്ട് വരും. അത് ഒരു യാഥാർത്ഥ്യമാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഈ വിഷയത്തിൽ ഇത്രയും ദിവസമായി ഇപ്പോൾ ഈ സമയമായി അന്വേഷണ ഏജൻസിയൊക്കെ സമീപിച്ചു, പക്ഷെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഭരണസമിതി അംഗങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടം കഴിഞ്ഞു. ഇത്രയും പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും സോളിഡായ എവിഡൻസുകൾ വന്നല്ലോ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയം അത് ഇന്നിപ്പം കുറച്ച് നേരത്തിന് മുമ്പ് ഇടുക്കിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുകയാണ്, പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതിനകത്ത് മാധ്യമ ശ്രദ്ധ കഴിയുന്നതോടെ ഇത് തീരാൻ പാടില്ല. ഈ കേസിലെ പ്രതികൾ കർശനമായി ശിക്ഷിക്കപ്പെടണം, കൃത്യമായ നടപടിയിലേക്ക് പോകണം. ഇപ്പോൾ ഈ സഹകരണ മേഖലയിലെ നേരത്തെ പറഞ്ഞ സഹകരണ മേഖലയിലെ പിന്നെ ജയർ ഓഫീസാണെങ്കിലും മേയർ ഓഫീസാണെങ്കിലും CPM ബ്രാഞ്ച് ഓഫീസുകൾ പോലെയാണ്. ഇടുക്കി ജില്ലയിലെ സഹകരണ മേഖലയെ നിയന്ത്രിക്കുന്ന മന്ത്രിക്ക് പോലും ഒരു സ്വാധീനമില്ല. എം എം മണി നേരിട്ട് നിയന്ത്രിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ ഇതിനകത്ത് മാധ്യമ ശ്രദ്ധ കഴിയുന്നതോടുകൂടി ഇതിലെ പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല. കൃത്യമായ അന്വേഷണം നടക്കണം, പ്രതികൾ അറസ്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ TV യിൽ കേട്ടത് വ്യാപാര വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് പറയാൻ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസെടുക്കണം. മനഃപൂർവ്വമായ കൊലപാതകത്തിനാണ് ഇവിടെ കേസെടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാതെ ഇത് കൊലപാതക ശ്രമത്തിന് വെറും ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല ഇതിനകത്തുള്ളത്, കൊലപാതക കുറ്റത്തിന് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതുമായ നടപടികൾ ശ്രീ അനിലക്കര, അതായത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുകയും നിക്ഷേപ തുക കിട്ടാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത അനാഥരാക്കപ്പെട്ട കുടുംബങ്ങൾ നിരവധിയുണ്ട് നമ്മുടെ കൺമുന്നിൽ. അവർക്കൊക്കെ എന്ത് നീതി ലഭിച്ചു എന്ന ചോദ്യവും നമ്മുടെ മുന്നിൽ തുറിച്ചു നോക്കിയിട്ടുണ്ട്. സാബുവിൻ്റെ ആത്മഹത്യ, സാബുവിൻ്റെ മരണം ഒരു കുടുംബത്തെ മാത്രമല്ല അനാഥമാക്കിയിരിക്കുന്നത്. ഇതുപോലെ സമാനമായ സാഹചര്യങ്ങളിൽ പോകുന്ന നിരവധി പേർ അവർക്ക് നീതിക്ക് വേണ്ടി അവരുടെ കാത്തിരിപ്പിന് പ്രതീക്ഷ നൽകുന്ന ഒന്നായി ഇതിൽ അന്വേഷണമൊക്കെ മാറട്ടെ. സഹകരണ മേഖലയിൽ ഒരു ശുദ്ധികലശത്തിന് ഇടവരുത്തുന്ന ഒന്നായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.